നിങ്ങൾക്ക് വായിൽ സ്ഥിരമായിട്ട് അൾസർ വരാറുണ്ടോ? അൾസർ എന്ന് പറയുമ്പോൾ വായ്പുണ്ണ് വരാറുണ്ടോ? വരാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്കപ്പോഴും നമ്മുടെ വയറിനുള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മുടെ വായ്ക്കുള്ളിൽ അത് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ചില ടാബ്ലറ്റ്സ് കഴിക്കുന്ന സമയത്ത് ചിലരുടെ വാവ് നന്നായിട്ട് പൊട്ടാറുണ്ട്. അതൊരു അലർജിക് റിയാക്ഷൻ പോലെയാണ്. ആ മരുന്ന് ആ ബോഡിക്ക് പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് വായിൽ ഇങ്ങനെ അൾസർ വരുന്നത്. ഇത് കൂടാതെ നല്ല സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമുക്ക് വായ്ക്കകം പൊട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ശരിയല്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ വായ്ക്കകത്ത് ഇങ്ങനെ അൾസറുകൾ വരാറുണ്ട്. പിന്നെ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ടാബ്ലറ്റ് എന്ന് പറയുന്നത് കൂടുതലും ബി കോംപ്ലക്സ് ആണ്. ബി കോംപ്ലക്സ് നല്ലതാണ്. അത് കഴിക്കുമ്പോൾ നമ്മുടെ ഈ പൊട്ടിയ കോശങ്ങളെല്ലാം യോജിച്ചിട്ട് നമുക്ക് റിക്കവറി കിട്ടും, മീൻസ് ഹീലാവും വൂണ്ടൊക്കെ. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കാത്ത ആൾക്കാരിൽ ഇതുപോലെ വാപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നന്നായി തൈര് കഴിക്കാവുന്നതാണ്, നല്ലതുപോലെ പാല്, മുട്ട, ഈ ആഹാരങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ അൾസർ വരുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊന്നും കൂടാതെ റിക്കറൻ്റ് ആയിട്ട് അൾസർ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, വേറെ എന്തോ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക.